ബിന്ദുകൃഷ്ണ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം RSPയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണിതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കഴിഞ്ഞ തവണ ബിന്ദുകൃഷ്ണ തോൽക്കാനുള്ള ഒരു കാരണം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ RSPയിലെ ഒരു പകുതി ആളുകളൊക്കെ കാലുവാരി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു സംഘടനാപരമായ തീരുമാനപ്രകാരമല്ല. CPMൻ്റെ കുറേ വോട്ട് ഇത്തവണ തീർച്ചയായും ഷിബു ബേബി പിടിക്കും. അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഷിബു ബേബി അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ RSP അവകാശപ്പെടുന്നത്. ബിന്ദുകൃഷ്ണ അവിടെ തോൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് ചതിച്ചാൽ മാത്രമേ അവിടെ തോക്കുള്ളൂ. അല്ലാണ്ട് RSP വോട്ട് കൊണ്ട് അവർ തോൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. നമസ്കാരം. നമസ്കാരം. കൊല്ലത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ സൊസൈറ്റി മുതൽ MP സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്, MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ നാളെ ഇതുവരെ വിജയിക്കാൻ സാധിക്കാത്ത ഒരു പാവം പിടിച്ച മഹിളാ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയായിരുന്നു. കൊല്ലം DCC പ്രസിഡൻ്റായിരുന്നു, ഒരു വനിതാ DCC പ്രസിഡൻ്റായിരുന്നു. നിയമസഭയിൽ എത്തേണ്ട ഒരു കഥാപാത്രമാണ്. പക്ഷേ അവരെ കൊല്ലത്ത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് RSPയും CPMുമായിട്ട് അവിഹിതമുണ്ട് എന്നുള്ള ആരോപണങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം കൊല്ലത്ത് RSP CPMനെ സഹായിക്കുമ്പോൾ ചവറയിൽ തിരിച്ച് ഷിബു ബേബി ജോണിനെ സഹായിക്കാം എന്നുള്ള ഒരു പാലം ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, ഇത് കോൺഗ്രസിൻ്റെ ഒരു ഭയം മാത്രമാണ്. കാരണം ഒരുപക്ഷെ അവിടെ ബിന്ദുകൃഷ്ണ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം RSPയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണിതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം RSP നേരത്തെ കൊല്ലം സീറ്റ് ചോദിച്ചിരുന്നു. കൊല്ലം സീറ്റ് നേരത്തെ പണ്ട് RSPയുടെ ആയിരുന്നു. പിന്നീട് കാലക്രമേണ അത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് പോയതാണ്. ആ സീറ്റ് തിരിച്ചു ചോദിച്ചിരുന്നു. ആ സീറ്റ് ഞങ്ങൾ RSP ആ സീറ്റ് തിരിച്ചു ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് തരുവാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാം. പക്ഷേ കോൺഗ്രസ് പറഞ്ഞത് കഴിഞ്ഞ തവണ മുകേഷുമായിട്ട് 2021 മത്സരിച്ച ബിന്ദുകൃഷ്ണ വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത്. നമുക്കറിയാം 2000 സംതിങ് വോട്ടിനാണ് മുകേഷ് ജയിച്ചത്. അതുകൊണ്ട് ഇത്തവണ മുകേഷ് അല്ല സ്ഥാനാർത്ഥി. മാത്രമല്ല ഇത്തവണ മറ്റൊരു പ്രത്യേകത, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഞങ്ങൾ ആ സീറ്റ് വിജയിപ്പിക്കും. ബിന്ദുകൃഷ്ണ എന്ന സ്ഥാനാർത്ഥിയാവും. ബിന്ദുകൃഷ്ണയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. കഴിഞ്ഞ തവണ പോലെയല്ല. കഴിഞ്ഞ തവണ ബിന്ദുകൃഷ്ണ തോൽക്കാനുള്ള ഒരു കാരണം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ RSPയിലെ ഒരു പകുതി ആളുകളൊക്കെ കാലുവാരി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം കാലുവാരി എന്നുള്ളത് പരസ്യമായ ഒരു ആരോപണമായിരുന്നു. ബിന്ദുകൃഷ്ണയ്ക്ക് തന്നെ അത് വളരെ വലിയ വേദനയുണ്ടാക്കിയൊരു സംഭവമാണ്. അല്ലെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബിന്ദുകൃഷ്ണൻ ജയിച്ച് നിയമസഭയിലേക്ക് എത്തേണ്ടതായിരുന്നു. ഇത്തവണ RSP അവിടുത്തെ പ്രാദേശിക നേതൃത്വം CPM നേതൃത്വവുമായി ചില നീക്കുപോക്കുകൾ നടത്തിയെന്നും വോട്ടുകൾ മറച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇപ്പം വോട്ട് മറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ചില തെളിവുകൾ, ഇവർ തമ്മിൽ ചർച്ചകൾ നടത്തിയതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇവർ ചർച്ച നടത്തിയതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പം അതിന് വാർത്തയായിട്ടേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഞാൻ പറയട്ടെ, എത്രയോ CPM നേതാക്കന്മാരെയും എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരും പരസ്പരം പുറത്തു വെച്ച് ചായ കുടിക്കുകയും അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഈ നേതാക്കൾ പരസ്പരം കാണുകയും അപ്പോൾ കണ്ടപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യണം. കാരണം നേരത്തെ CPMും RSPയും ഒരേ മുന്നണിയിലായിരുന്നു. അവർ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളൊക്കെയാണ്. അപ്പോൾ RSP പിന്നീട് UDFൽ പോയി എന്നുള്ളത് കൊണ്ട് വ്യക്തിബന്ധങ്ങൾക്കൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമായിട്ടും ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ആ ദൃശ്യങ്ങളാണ് അവിടെ ഒരു തെളിവായിട്ട് അയക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് 2016 മത്സരിച്ചിരുന്ന സൂരജ് രവിയാണ്. അതായത് തോപ്പിൽ രവിയുടെ മകനാണ് സൂരജ് രവി. ഈ സൂരജ് രവിക്ക് അത്യാവശ്യം അവിടെ സ്വാധീനമുള്ള ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ്. പ്രാദേശിക നേതാവല്ല, സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. പക്ഷെ അവിടെ ഏറെ സ്വീകാര്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ സൂരജ് രവി വെട്ടിമാറ്റിയിട്ടാണ് 2021 ബിന്ദുകൃഷ്ണയ്ക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നത്. അത് തന്നെ സൂരജ് രവി എന്ന് പറഞ്ഞാൽ 2016 ശക്തമായ ഒരു ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സൂരജ് രവിയെ അവിടെ അവഗണിച്ച് ചാത്തന്നൂരാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മത്സരിപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രത്യേകിച്ച് തോപ്പിൽ രവിയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ ബിന്ദുകൃഷ്ണനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ അധികാരമോഹം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുണ്ട്. കാരണം ഇപ്പൊ തന്നെ കൊല്ലം കോൺഗ്രസിൽ അധികാരമോഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. ഈ ഹാഫീസ് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം കൊല്ലം സീറ്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യും എന്ന
ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബിന്ദുകൃഷ്ണയുടെ ബുദ്ധി പ്രവർത്തിക്കുകയും ഈ ഹാഫീസിനെ അവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു മുസ്ലിം വോട്ടുകളുടെ മൊത്തത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുകയും അവിടെ കൊല്ലം കോർപ്പറേഷൻ ഈ പ്രാവശ്യം കോൺഗ്രസ് നേടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുദ്ധിമതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബിന്ദുകൃഷ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദുകൃഷ്ണയ്ക്ക് കോൺഗ്രസിനകത്ത് ഒരുപാട് ശത്രുക്കളുണ്ട്. കാരണം ഒരുപാട് പേരെ പല രീതിയിലും ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബിന്ദുകൃഷ്ണയുടെ ചാനൽ ചർച്ചകളിലുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചില സമയങ്ങളിൽ അവരോട് ഒരു ഇഷ്ടം തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഒരു പ്രാക്ടിക്കലി അപക്വമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ഈ അവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത് തന്നെ അവർക്ക് വലിയ ഒരു ശത്രുപക്ഷമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അവരിപ്പോൾ കെ സി വേണുഗോപാലിലേക്ക് ഏറ്റവും അടുത്ത ആണ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഞാനിപ്പോഴും എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തുടങ്ങി ഞാൻ പറയുന്ന കാര്യമാണ് ബിന്ദുകൃഷ്ണയുടെ കാര്യം. കൊല്ലത്ത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും ഒരുപക്ഷെ പോവുക. പക്ഷെ ബിന്ദുകൃഷ്ണ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. 100% ബിന്ദുകൃഷ്ണ വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണുള്ളത്. ആ ഒരു കോൺഫിഡൻസിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള 100 സീറ്റ് ഒരു സീറ്റ് അതാണ്, ആദ്യ സീറ്റ് അതായിരിക്കും എന്നുള്ളതാണ് വി ഡി സതീശൻ എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ MLA വെറും ഒരു MLA ആയിട്ടല്ല തിരുവനന്തപുരത്തേക്ക് വരുന്നത്, ഞങ്ങളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളുടെ MLAക്ക് തരുന്നുണ്ട് എന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ എല്ലാ MLAമാരെയും മന്ത്രിമാരാക്കേണ്ടതൊക്കെ ഒക്കെ വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നു ഇത് വെറും ഒരു ആരോപണം മാത്രം, ചിലപ്പോൾ ഒരു ആരോപണം മാത്രമായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ബിന്ദുകൃഷ്ണയ്ക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് ഈ RSP ഒതുക്കാനുള്ള ഒരു വടിയായിട്ട് കൂടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഇട്ടുവെച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത് ചവറയിലെ മത്സരത്തെക്കുറിച്ച് രാജേഷേട്ടനൊന്ന് പറയില്ലേ? തീർച്ചയായും അല്ലേ, ചവറയിലെ മത്സരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സുജിത്ത് പിന്നെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സുജിത്ത് ആദ്യം മത്സരിച്ച് ജയിച്ചത് എന്ന് പറയുന്നത് അച്ഛൻ മരിച്ചപ്പോൾ ഉണ്ടായ സഹതാപം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും ജയിക്കുന്നു. പക്ഷേ ആ ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ വിലയിരുത്തിയ CPM തന്നെ അദ്ദേഹത്തെ ഒരു വിജയിക്കുന്ന ഒരു സീറ്റായിട്ടല്ല CPM ഇപ്പോൾ അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചവറയിൽ മാത്രമല്ല, ഷിബു ബേബി ജോൺ കഴിഞ്ഞ 2 തവണ തോറ്റുപോയെങ്കിൽ പോലും ഷിബു വളരെ കൃത്യമായി ആത്മാർത്ഥമായി അവിടെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കേവലം ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അല്ല, അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നായിരുന്നു, ഇത്തവണ തീർച്ചയായും ചവറ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും, ചവറയിൽ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചവറ ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിക്കും എന്ന് അദ്ദേഹം വളരെ സജീവമായിട്ട് കുറേ കാലമായി ചവറയിലുണ്ട്. ചവറയിലെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചവറ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ CPM സഹായിച്ചുകൊണ്ടല്ല, CPM സഹായിക്കുക എന്ന് പറയുന്നത് ഒരു സംഘടനാപരമായ തീരുമാനപ്രകാരമല്ല. CPMൻ്റെ കുറേ വോട്ട് ഇത്തവണ തീർച്ചയായും ഷിബു ബേബി ജോൺ പിടിക്കും. അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഷിബു ബേബി ജോൺ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ RSP അവകാശപ്പെടുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് അവിടെ വിജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പം വോട്ടെണ്ണാൻ അധിക ദിവസമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതിൽ ഒരുപാട് ന്യായങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ എന്തായാലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബിന്ദുകൃഷ്ണ തോറ്റു പോവുകയാണെങ്കിൽ അത് തീർച്ചയായും ഇത്തരത്തിലുള്ള ചെറിയ അന്തർധാരകളുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കോൺഗ്രസ്സുകാർ തന്നെ മറികടക്കും. ഒരുപക്ഷെ ബിന്ദുകൃഷ്ണ അവിടെ തോൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കോൺഗ്രസ് ചതിച്ചാൽ മാത്രമേ അവിടെ തോൽക്കുള്ളൂ. അല്ലാണ്ട് RSP വോട്ട് കൊണ്ട് അവർ തോൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ബിന്ദുകൃഷ്ണ ജയിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭൂരിപക്ഷമൊക്കെ നേടി, കഴിഞ്ഞ പ്രാവശ്യം പോലെ ആയിരിക്കില്ല, നെക്കിനുള്ള ഒരു തോൽവിയോ ആയിരിക്കില്ല, നല്ല വിജയം നേടുകയാണെങ്കിൽ ഒരു 10,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തോറ്റു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ബിന്ദുകൃഷ്ണയ്ക്കെതിരെ അവിടെ നേരത്തെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. നിയോജക മണ്ഡലത്തിനകത്ത് ബിന്ദുകൃഷ്ണയുടെ എതിർപ്പുണ്ട്. അല്ല, അവര് എന്താ എതിർപ്പ് എന്ന് പറഞ്ഞാൽ അവരവിടെ DCC അധ്യക്ഷ ആയതുകൊണ്ടാണ് ഈ എതിർപ്പ്. ഒരുപക്ഷെ അവർ DCC അധ്യക്ഷ ആയില്ലായിരുന്നുവെങ്കിൽ ഒരു കുറച്ചും കൂടി ഈസി ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാമായിരുന്നു. പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വന്നതാണ് ബിന്ദുകൃഷ്ണയ്ക്ക് വിനയായത്. ഈ RSPക്കകത്തും വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ RSPക്കകത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASIS മറ്റേ നമ്മുടെ NK പ്രേമേന്ദ്രന്റെ മകനെ കാർത്തിക് പ്രേമേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനും പരസ്യമായി വിമർശനമൊക്കെ ഇരുഭാഗമായി ഒക്കെ. ഈ RSPയിൽ എല്ലാ കാലത്തും അവരിപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട പോലും നമുക്കറിയാലോ, UDFന്റെയും LDFന്റെയും കൂടെ ഉണ്ടായിരുന്ന 2 RSP ആയിരുന്നു. ഈ 2 RSP ഒരുമിച്ചു എന്നുള്ളത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘടനാപരമായ വിയോജിപ്പുകളൊക്കെ
ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിയോജിപ്പ് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലാതെയൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ള. അപ്പം അവിടെ ഈ RSPയുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നുമല്ലല്ലോ പ്രേമേന്ദ്രൻ ജയിക്കുന്നത് വേറൊരു ഇക്വേഷൻ വെച്ചാൽ. നമ്മൾ ചവറയിൽ ഈ ഷിബു ബേബി ജോണിന്റെ ഒരു ചില പ്രസ്താവനകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഷിബു ബേബി ജോൺ ഇന്നേ വരെ പിണറായി വിജയനെ വിമർശിച്ച് കണ്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ അദ്ദേഹം വിമർശിച്ചൊക്കെ ഉണ്ട്, വളരെ ശക്തമായിട്ടൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഈ ഇലക്ഷന് ശേഷം ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ മാത്രമാണ് വിജയിക്കുന്നുണ്ടെങ്കിൽ ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ ഈ RSP വീണ്ടും LDFിലേക്ക് തിരിച്ചു പോയിക്കൂടാകിയൊന്നുമില്ല. കാരണം നേരത്തെ തന്നെ അത്തരത്തിലുള്ള ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. പക്ഷേ പ്രേമചന്ദ്രന്റെ കടുംപിടുത്തം കാരണം മാത്രമാണ് ഈ RSP തിരിച്ച് UDF വിട്ട് LDFിലേക്ക് പോകാതിരുന്നത്. കാരണം പ്രേമചന്ദ്രൻ വ്യക്തിപരമായി പിണറായി വിജയനോടും CPMലെ ചില നേതാക്കന്മാരോടുള്ള പരനാറി പ്രയോഗത്തോടും ഉണ്ടായ ചില മാനസികമായ വിയോജിപ്പ് കാരണം മാത്രമാണ് കഴിഞ്ഞ ടേമിൽ തന്നെ RSP തിരിച്ച് LDFിൽ എത്തിയേനെ. അല്ല, സാധ്യത ഇങ്ങനെയാണ് രാജേട്ടൻ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷിബു ബേബി ജോൺ LDFിലേക്ക് പോവുകയും NK പ്രേമചന്ദ്രൻ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യും. അല്ല, അങ്ങനെ ആവണമെങ്കിൽ അദ്ദേഹം BJP ചേരണം, അതിനുള്ള സാധ്യതയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പ്രേമേന്ദ്രനെ അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും അദ്ദേഹം NDAന്റെ ഭാഗമാവില്ല. BJP-യുമായിട്ട് ഒരു അലയൻസ് ഒന്നും അദ്ദേഹം ഉണ്ടാക്കില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല ഇമേജുള്ള, ഡൽഹിയിൽ നല്ല ഇമേജുള്ള MP ആണ് പ്രേമേന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹം നല്ല MP ആയി തന്നെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഒന്നും ആത്മഹത്യാപരമായ ഒരു തീരുമാനം കൈക്കൊള്ളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി ഒരു മത്സരത്തിന് അദ്ദേഹം കൊല്ലത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിട്ട് തുടങ്ങിയതാണ്. പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് തുടങ്ങി MLA ആകുന്നു, MP ആകുന്നു, മന്ത്രിയാകുന്നു. അതിനുശേഷം ഇനി ആകാനുള്ള ഒരു ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ്. സാധ്യതകൾ തലകളെ വേണ്ടി സാധിക്കും. കാരണം പലപ്പോഴും നരേന്ദ്രമോദിയായിട്ട് വളരെ അടുത്ത ബന്ധം സ്വാഭാവികമാണ്. കാരണം ഒരു MP എന്നുള്ള രീതിയിൽ പാർലമെന്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന, ദീർഘകാലമായി MP ആയിരിക്കുകയും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇരുന്ന ഈ ടേമിലെല്ലാം അദ്ദേഹം MP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് MP എന്നുള്ള നിലയിൽ പ്രേമേന്ദ്രനെ എല്ലാ BJP നേതാക്കന്മാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും പലപ്പോഴായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് മോദി. അതുകൊണ്ട് മോദിയുടെ പക്ഷക്കാരനാണെന്നോ അല്ലെങ്കിൽ മോദിയുടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ അടുപ്പമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച.